ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ചിക്കൻ റോസ്റ്റ് ചെയ്യാം അല്ലേ? അതിന് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്ത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ സുർക്കയും, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ കൈ വെച്ച് നല്ല പോലെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടാണ് നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കനില്ലേ, അത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട, ഒരു പകുതി വേവായാൽ മതി കേട്ടോ. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, 2 സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ഉണ്ടല്ലോ, അത് നല്ല പോലെ തന്നെ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞതും അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒന്ന് വാടി വരട്ടെ കേട്ടോ. അത് നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ഇല്ലേ, അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ അതും. അപ്പം അതും നല്ലപോലെ വാടി വന്ന സമയത്ത് അതിലേക്ക് നമ്മളൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ വെന്ത് വരട്ടെ കേട്ടോ. കണ്ടില്ലേ, തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് നമ്മളുടെ മസാലയുടെ പച്ചമണമൊക്കെ പോയി നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം. നമ്മുടെ മസാലയും ചിക്കനും നന്നായിട്ട് തന്നെ യോജിച്ച് വരണം കേട്ടോ. നല്ലപോലെ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി
ഇനി ഞാനതൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ലോ ടു മീഡിയത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മളുടെ ചിക്കനും മസാലയൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി അടച്ചു മൂടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയൂലേ എന്ത് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ലൊരു റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.